വെൽക്കം ടു സ്റ്റൂട്രെൻഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +2 ഫിസിക്സിന്റെ 7th ചാപ്റ്ററായ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്. സോ ആ വീഡിയോ കാണാത്ത ആൾക്കാർ അത് കാണുക. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ അതിന്റെ ശേഷം മാത്രം ഇത് കാണാം, എന്നാലും ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയാസ് ഒക്കെ കിട്ടത്തുള്ളൂ. സോ അതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിലെ എല്ലാ കാര്യങ്ങളും കറണ്ട് കണ്ടുപിടിക്കുന്ന പോലെയും അതിന്റെ ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ചും എല്ലാം അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് പവർ ആണ്. അതായത് പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ പവർ, കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ് തുടങ്ങിയ 3 സർക്യൂട്ടുകളുടെ പവർ എങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് ആണ് പവർ ഇൻ പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. ഒരു പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ അടങ്ങിയിരിക്കുന്ന പവർ എന്താണ്, അല്ലെങ്കിൽ പവറിന്റെ ഇക്വേഷൻ എങ്ങനെ നമുക്ക് വരുമെന്ന് നോക്കാം. സോ അതിന് മുമ്പായിട്ട് ഇനീഷ്യലി പവറിന് ഒരു ഇക്വേഷൻ, അത് നിങ്ങൾക്ക് അറിയണം. പവർ ഈക്വൽ ടു 1/t ഇന്റഗ്രൽ 0 to t vi. ഇതാണ് പവറിന്റെ ഇക്വേഷൻ. ഇതിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇക്വേഷൻ അറിയണം. പവർ ഈക്വൽ ടു 1/t ഇന്റഗ്രൽ 0 to t vi. ഓക്കെ, ക്ലിയർ? ഇതാണ് ആവറേജ് പവർ. നമ്മൾ ആവറേജ് പവർ ആണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. സോ ആവറേജ് പവർ ഈക്വൽ ടു 1/t, അതായത് ടോട്ടൽ പവർ ഡിവൈഡ് ബൈ ടൈം. ടി മീൻസ് സമയമാണ് ടി എന്ന് പറയുന്നത്. വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ, ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. ക്ലിയർ? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് പഠിച്ച ആളുകൾക്ക് അറിയാം അവിടെയുള്ള വോൾട്ടേജ് എന്താണ്, അല്ലെങ്കിൽ വി ഈക്വൽ ടു V0 sin omega t ആയിരുന്നു അല്ലെ? ആണ്. അതുപോലെ തന്നെ I ഈക്വൽ ടു എന്തായി നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത്? I0 sin omega t ആണ്. V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ആണ്. V0 എന്ന് വെച്ചാൽ പീക്ക് വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. I എന്ന് പറഞ്ഞാൽ കറണ്ട്, I0 എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ പീക്ക് വാല്യൂ, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി, സ്മോൾ ലെറ്റർ t എന്ന് പറഞ്ഞാൽ ടൈം തന്നെയാണ്. ക്ലിയർ? സോ ഈ രണ്ട് ടേംസ് നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ മെയിൻ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? സോ P ആവറേജ് ഈക്വൽ ടു 1/t ഇന്റഗ്രൽ 0 to t. B ക്ക് പകരം നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V0 sin omega t into I ക്ക് പകരം I0 sin omega t. ഇന്റഗ്രേഷൻ ഫാക്ടർ ഇടാൻ മറക്കരുത്. ഒരു dt ഉണ്ട് ഇന്റഗ്രേഷൻ ഫാക്ടർ. സോ dt. ക്ലിയർ? സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? V0 ഉം I0 ഉം ഇന്റഗ്രേഷൻ പുറത്തെടുക്കാം. സോ ഈക്വൽ ടു V0 I0 ഡിവൈഡഡ് ബൈ t ഇന്റഗ്രൽ 0 to t sin omega t into, സോറി, ഇവിടെ sin omega t വരും, ഇവിടെ sin omega t വരും. സോ sin square omega t dt എന്ന് എഴുതാം അല്ലെ? sin square omega t dt എന്ന് എഴുതാം. എങ്ങനെയാണ് മനസ്സിലായോ? V0 I0 പുറത്തെടുത്തു, ബാക്കി sin omega t, sin omega t, sin omega t into sin omega t, sin square omega t dt എന്ന് വരും. ക്ലിയർ? ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമ്മൾ കുറച്ച് സിംപ്ലിഫിക്കേഷനിലേക്ക് പോവാണ്. സോ കുറച്ച് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ സൈൻ സ്ക്വയർ ഒമേഗ ടിക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു, ഞാൻ ഇവിടെ പി ആവറേജ് ഈക്വൽ ടു V0 I0 ഡിവൈഡഡ് ബൈ t ഇന്റഗ്രൽ 0 to t. സൈൻ സ്ക്വയർ ഒമേഗ ടിക്ക് 1 മൈനസ് കോസ് 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു dt എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ഇന്റഗ്രേഷൻ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇനിയാണ് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ ഡിനോമിനേറ്ററിലെ 2 നമുക്ക് പുറത്തെടുക്കാം. സോ ഈക്വൽ ടു V0 I0 ഡിവൈഡഡ് ബൈ 2t ഇന്റഗ്രൽ 0 to t 1 മൈനസ് കോസ് 2 ഒമേഗ t dt എന്ന് എഴുതാം. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകണ്ട. ഇനിയാണ് നമ്മൾ ഇന്റഗ്രേഷനിലോട്ട് കിടക്കുന്നത്. സോ V0 I0 ഡിവൈഡഡ് ബൈ 2t ഇന്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. നമുക്ക് ഇന്റഗ്രേഷൻ ഇടണ്ട, സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. 1 ഇന്റഗ്രേറ്റ് ചെയ്താൽ t ഉപയോഗിച്ച് 1 ഇന്റഗ്രേറ്റ് നമ്മുടെ ആൻസർ എന്താണ്? t ആണ്. t മൈനസ് കോസ് 2 ഒമേഗ t ഇന്റഗ്രൽ എന്താണ്? sin 2 ഒമേഗ t ഡിവൈഡഡ് ബൈ 2 ആണ്. sin 2 ഒമേഗ t ഡിവൈഡഡ് ബൈ 2 ലിമിറ്റ് എത്രയാണ്? 0 to t ആണ് നമ്മുടെ ലിമിറ്റ്. ക്ലിയർ അല്ലേ? സോ ഇത് വൃത്തിയായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ മോഡൽ ഇക്വേഷൻസ് വായിക്കുകയാണ്. P ആവറേജ് ഈക്വൽ ടു V0 I0 ഡിവൈഡഡ് ബൈ 2t. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്ത് വരും? ക്യാപിറ്റൽ T വരും. സോ t മൈനസ് സൈൻ 2 ഒമേഗ ക്യാപിറ്റൽ T ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. മൈനസ് ലോവർ ലിമിറ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലോവർ ലിമിറ്റ് 0 ആണ്. സോ എന്ത് വരും? ഹോൾ ഇക്വേഷൻ 0 ആയിട്ട് പോകും. സോ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫൈൻ. സോ നമുക്ക് ഇതിനൊന്നുകൂടി റീഅറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. സോ സിംപ്ലിഫിക്കേഷൻ പ്രോസസ്സിലോട്ട് കിടക്കുകയാണ്. P ആവറേജ് ഈക്വൽ ടു V0 I0 ഡിവൈഡഡ് ബൈ 2t ബ്രാക്കറ്റിനകത്ത്
ടി മൈനസ് സൈൻ ടു ഒമേഗ ടിയിലെ ഒമേഗയ്ക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ 2π/t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗയ്ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2π/t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഇവിടെ ഒരു 2 ഒമേഗ ഉണ്ട് കേട്ടോ, 2 ഒമേഗ കൂടി ഉണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, ഞാനിത് വിട്ടുപോയി, ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് cos ടു ഒമേഗ ടിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് sin ടു ഒമേഗ ഡിവൈഡഡ് ബൈ 2 ഒമേഗയാണ്. sin ടു ഒമേഗ ഡിവൈഡഡ് ബൈ 2 ഒമേഗയാണ്. സോ ഡിനോമിനേറ്ററിൽ ഒരു 2 ഒമേഗ വരും. സോ അത് മറന്നു പോകരുത് കേട്ടോ. ഫൈൻ. സോ ദെൻ ടി മൈനസ്, ഞാൻ പറഞ്ഞു ഒമേഗ ഈക്വൽ ടു 2π/t ആണ്. സോ ഈ പറയുന്ന ന്യൂമറേറ്ററിലുള്ള ഒമേഗയ്ക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 2π/t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കാരണം പറഞ്ഞുതരാം. സോ സൈൻ 2 ഇൻറ്റു ഒമേഗയ്ക്ക് പകരം 2π/t ഇൻറ്റു ടി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിനെ നെഗ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഡിവൈഡഡ് ബൈ 2 ഒമേഗ എന്ന് വരും. ക്ലിയർ? ന്യൂമറേറ്ററിലുള്ള ഒമേഗയ്ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? 2π/t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡിനോമിനേറ്ററിൽ 2 ഒമേഗ ഉണ്ട്. ഒമേഗ വന്നത് മറക്കരുത്, ഇന്റഗ്രേഷൻ ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ദെൻ ഈ ടിയും ക്യാൻസൽ ചെയ്യാലോ? ക്യാൻസൽ ചെയ്യാം. സോ ഈക്വൽ ടു v0 i0 ഡിവൈഡഡ് ബൈ 2t. ടി മൈനസ് 2 ഇൻറ്റു 2π എത്ര വരും? 4π എന്ന് വരും. sin 4π ഡിവൈഡഡ് ബൈ 2 ഒമേഗ. sin 4π ഡിവൈഡഡ് ബൈ 2 ഒമേഗ. sin 4π എത്രയാണ്? sin 4π ഈക്വൽ ടു 0 ആണ്. അതറിയണം. sin 4π എന്ന് പറഞ്ഞാൽ 0 ആണ്. ഡിനോമിനേറ്ററിൽ ഇട്ടിട്ടും കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. ഡിനോമിനേറ്റർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം sin 4π ന്യൂമറേറ്റർ 0 ആകുമ്പോൾ ഹോൾ ടേം എത്രയായി മാറും? 0 ആയിട്ട് മാറും. ഹോൾ ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട്. കാരണം ന്യൂമറേറ്റർ 0 ആകുമ്പോൾ ഹോൾ ടേം 0 ആയിട്ട് മാറും. ഡിനോമിനേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഡിനോമിനേറ്ററിൽ ഒമേഗയ്ക്ക് വരും 2π/t നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ്? സിംപ്ലിഫൈ ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് വരും? 0 എന്ന് വരും. സോ നമ്മുടെ ആൻസർ നമുക്ക് ബാക്കിയുള്ള എഴുതാലോ. റിമൈനിങ് പോർഷൻ ഞാൻ എഴുതുകയാണ്, മുകളിലുള്ള ടേംസ്. സോ പി ആവറേജ് ഈക്വൽ ടു v0 i0 ഡിവൈഡഡ് ബൈ 2t. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? ടി മാത്രമേ ഉള്ളൂ. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? ടി മാത്രം. കാരണം ഈ ടേം ക്യാൻസൽ ആയി പോയില്ലേ. സോ ടിയും നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. ടിയും ക്യാൻസൽ ചെയ്തു. ദെൻ ബാക്കി റിമൈനിങ് പി ആവറേജ് ഈക്വൽ ടു v0 i0 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ടിയും പോയി, ബാക്കി തന്നെ ഉള്ളൂ. So P average equal to V0 by root 2 into I0 by root 2 എന്ന് എഴുതാലോ. കാരണം root 2 into root 2 എത്രയാണ്? 2 ആണ്. root 2 into root 2 എത്രയാണ്? 2 ആണ്. സോ 2 നമുക്ക് V0 by root 2 into I0 by root 2 എന്ന് എഴുതാം. അടുത്തൊരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V0 by root 2 എന്ന് പറഞ്ഞാൽ VRMS ആണ്. അതുപോലെ തന്നെ I0 by root 2 എന്ന് പറഞ്ഞാൽ IRMS ആണ്. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ പവർ ആവറേജ് പവർ ഈക്വൽ ടു VRMS ഇൻറ്റു IRMS. ഇതാണ് ഒരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ ആവറേജ് പവർ എന്ന് പറയുന്നത്. ഇതുവരെ എഴുതിയാലും ശരിയാണ്, ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ട് VRMS ഇൻറ്റു IRMS എഴുതിയാൽ കുറച്ചുകൂടി സാറ്റിസ്ഫൈങ് ആണ്. സോ ഇതുവരെ എഴുതാൻ നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. പ്രോപ്പർ ആയിട്ട് ഡെറിവേഷൻ അറിഞ്ഞിരിക്കണം. കാരണം ഇത് നിങ്ങളുടെ ഫോക്കസ് പോയിന്റിലുള്ള ഒരു ചോദ്യം തന്നെയാണ്. ജസ്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും ഇന്റഗ്രേഷൻ ചെയ്യുന്നതും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ തന്നെയാണ്. സോ ഈ ചോദ്യം മനസ്സിലായി വിചാരിക്കും. പവർ റിലേറ്റ് ചെയ്ത അടുത്ത ചോദ്യമാണ് ആവറേജ് പവർ ഇൻ എ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിനകത്ത് അല്ലെങ്കിൽ ഇൻഡക്ടർ കണക്ട് ചെയ്ത സർക്യൂട്ടിനകത്തുള്ള ആവറേജ് പവർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതേ മെത്തേഡ് തന്നെയാണ്, പുതിയതായിട്ടൊന്നുമില്ല. സോ ആവറേജ് പി ആവറേജ് ഈക്വൽ ടു 1/t ഇന്റഗ്രൽ 0 to t vi dt. ഇത് തന്നെയാണ് ഇക്വേഷൻ, ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഇവിടെ നമുക്കറിയാം ഇൻഡക്റ്റീവ് സർക്യൂട്ടിനകത്ത് അപ്ലൈഡ് വോൾട്ടേജ് എന്താണ്? V ഈക്വൽ ടു V0 sin ഒമേഗ t ആണ്. പക്ഷെ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത കറണ്ട് എന്തായിരുന്നു? I ഈക്വൽ ടു I0 sin ഒമേഗ t മൈനസ് π/2. അതായത് കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ആയിരുന്നു. കറണ്ട് വോൾട്ടേജിന് പുറകിൽ ലാഗ് ചെയ്യുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. സോ നമ്മുടെ ഇക്വേഷൻ I ഈക്വൽ ടു I0 sin ഒമേഗ t മൈനസ് π/2 ആണ്. ഇത് അറിയാത്ത ആൾക്കാർ പ്രീവിയസ് വീഡിയോ കാണാം, എന്നാൽ മാത്രമേ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ നമ്മളിവിടെ ഇങ്ങനെയല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കാരണം ഒമേഗ t മൈനസ് π/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന പവർ കണ്ടുപിടിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഈക്വൽ ടു മൈനസ് I0 cos ഒമേഗ t എന്ന് തന്നെ എഴുതാം. മൈനസ് I0 cos ഒമേഗ t എന്ന് തന്നെ എഴുതാം. കാരണം ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പവർ ഡിറൈവ് ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. സോ മൈനസ് I0 cos ഒമേഗ t എന്ന് തന്നെ നമ്മൾ എഴുതുന്നു.
എന്നിട്ട് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും പവറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ആവറേജ് ഈക്വൽ ടു 1/t ഇന്റഗ്രൽ 0 to t. v0 പകരം വിക്ക് പകരം v0 sin omega t, i0 പകരം minus i0 cos omega t, minus i0 cos omega t dt. dt ഇടാൻ മറക്കരുത്, കാരണം dt ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫാക്ടർ ആണ് dt എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന കോൺസ്റ്റൻസ് നമുക്ക് പുറത്തെടുക്കാം. ഈക്വൽ ടു മൈനസ് v0 i0 ഡിവൈഡഡ് ബൈ t ഇന്റഗ്രൽ ഓഫ് 0 to t sin omega t cos omega t dt എന്ന് എഴുതാം. sin omega t cos omega t dt എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? സോ ദെൻ ഇനി നമ്മളൊരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ അത് ഞാൻ മുകളിൽ എഴുതാം. സബ്സ്റ്റിറ്റ്യൂഷൻ ട്രിഗ്നോമെട്രിക് കണ്ടീഷൻ ഞാൻ ഇവിടെ എഴുതി തരാം. അതായത് 2 sin theta cos theta എന്ന് പറയുന്നത് sin 2 തീറ്റയ്ക്ക് ഈക്വൽ ആണ്. 2 sin theta cos theta എന്ന് പറയുന്നത് sin 2 തീറ്റയ്ക്ക് ഈക്വൽ ആണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നും, ഇവിടെ അതിന് 2 sin theta cos theta അല്ലല്ലോ കിടക്കുന്നത്, ഇവിടെ വെറും sin theta cos theta അല്ലേ കിടക്കുന്നത് എന്നൊരു സംശയം തോന്നും അല്ലേ? നമുക്ക് ആ രീതിയിൽ മാറ്റി എഴുതാം, കുഴപ്പമില്ല. സോ പി ആവറേജ് ഈക്വൽ ടു എന്ത് എഴുതാം? മൈനസ് v0 i0 ഡിവൈഡഡ് ബൈ t ഇന്റഗ്രൽ 0 to t. 2 sin theta cos theta ആക്കാം, അതിന് എളുപ്പമാണ്. എന്ത് എഴുതാം? 2 sin omega t cos omega t dt എന്ന് എഴുതാം. ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ? കാരണം 2 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. വെറുതെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഇക്വേഷന് പറ്റില്ല. സോ ആ 2 വെച്ച് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫ്രണ്ടിൽ ഒരു 2 ഇട്ടാൽ മതി, ഡിവൈഡഡ് ബൈ 2. സോ മൈനസ് v0 i0 ഡിവൈഡഡ് ബൈ 2t ഇൻറ്റു 2 sin omega t cos omega t dt എന്ന് എഴുതി. ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാലോ? ചെയ്യാം. ഈ ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. സോ നമുക്കറിയാം 2 sin theta cos theta എന്ന് പറഞ്ഞാൽ എന്താണ്? sin 2 തീറ്റയ്ക്ക് ഈക്വൽ ആണ്. സോ പി ആവറേജ് ഈക്വൽ ടു മൈനസ് v0 i0 ഡിവൈഡഡ് ബൈ 2t ഇന്റഗ്രൽ 0 to t sin 2 omega t dt. sin 2 omega t dt എങ്ങനെ മനസ്സിലായില്ലേ? 2 sin theta cos theta sin 2 തീറ്റയ്ക്ക് ഈക്വൽ ആണ്. തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ ഒമേഗ ടി ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. പ്യുവർ ഇന്റഗ്രേഷൻ ആണ്. മൈനസ് v0 i0 ഡിവൈഡഡ് ബൈ 2t ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റ് മതി. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ് മതി. സൈൻ തീറ്റയുടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? മൈനസ് കോസ് തീറ്റ വരും. സോ മൈനസ് കോസ് 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 ഒമേഗ എന്ന് വരും. മൈനസ് കോസ് 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 ഒമേഗ എന്ന് വരും. ലിമിറ്റ് 0 to t. ലിമിറ്റ് 0 to t. വൃത്തിയായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ദെൻ നമുക്ക് ഈ മൈനസിനെ പുറത്തിടാലോ? മൈനസിനെ പുറത്തിടാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ മൈനസ് പുറത്തിട്ട് എഴുതുന്നുണ്ട്. സോ മുകളിലത്തെ സ്റ്റെപ്പ് എല്ലാം വായിക്കുകയാണ്. സോ പി ആവറേജ് ഈക്വൽ ടു മൈനസ് ഞാൻ പുറത്തിടുകയാണ്. മൈനസ് മൈനസ് എന്തായി? പ്ലസ് ആയി. v0 i0 ഡിവൈഡഡ് ബൈ 2t ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ എന്താണ്? cos 2 ഒമേഗ ടി. ഒമേഗ സ്മോൾ ലെറ്റർ ടി ആണ്, ക്യാപിറ്റൽ അല്ല, സ്മോൾ ലെറ്റർ ടി ഡിവൈഡഡ് ബൈ 2 ഒമേഗ. ലിമിറ്റ് എന്താണ്? 0 to t ആണ് ലിമിറ്റ്. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാലോ? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ആദ്യം നമ്മൾ ഏത് ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്യുക? ആദ്യം അപ്പർ ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്യുക. സോ നമുക്ക് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഈക്വൽ ടു v0 i0 ഡിവൈഡഡ് ബൈ 2t. അപ്പർ ലിമിറ്റ് എന്താണ്? ക്യാപിറ്റൽ ടി ആണ്. സോ cos 2 ഒമേഗ ക്യാപിറ്റൽ ടി ഡിവൈഡഡ് ബൈ 2 ഒമേഗ മൈനസ് ലോവർ ലിമിറ്റ് എന്താണ്? 0 ആണ്. സോ cos 2 ഒമേഗ ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ 2 ഒമേഗ എന്ന് വരും. ഡിവൈഡഡ് ബൈ 2 ഒമേഗ എന്ന് വരും. ക്ലിയർ അല്ലേ? ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് ആയ ടിക്ക് ക്യാപിറ്റൽ ടി കൊടുത്തു, ദെൻ ലോവർ ലിമിറ്റ് ആയ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽ ടു v0 i0 ഡിവൈഡഡ് ബൈ 2t ബ്രാക്കറ്റിനകത്ത് cos 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 ഒമേഗ മൈനസ് 0 അല്ലേ? 0 into anything 0 വരും. സോ cos 0 എന്ന് എഴുതാം അല്ലേ? cos 0 ഡിവൈഡഡ് ബൈ 2 ഒമേഗ എന്ന് എഴുതാം. cos 0 ഡിവൈഡഡ് ബൈ 2 ഒമേഗ എന്ന് എഴുതാം. അടുത്ത നമ്മൾ ഒമേഗയ്ക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ന്യൂമറേറ്ററിലെ. ഒമേഗ ഈക്വൽ ടു 2 പൈ ബൈ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒമേഗ ഈക്വൽ ടു 2 പൈ ബൈ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണ്ട നമ്മള്. സോ ദെൻ ന്യൂമറേറ്റർ മുകളിലുള്ള ടേംസ് എല്ലാം ഞാൻ വായിക്കുകയാണ്. പി ആവറേജ് ഈക്വൽ ടു v0 i0 ഡിവൈഡഡ് ബൈ 2t ബ്രാക്കറ്റിനകത്ത് ഒമേഗയ്ക്ക് പകരം 2 പൈ ബൈ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos 2 ഇൻറ്റു 2 പൈ ബൈ ടി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 2 ഒമേഗ മൈനസ് cos 0. cos 0 എത്രയാണ്? 1 ആണ്. 1 ഡിവൈഡഡ് ബൈ 2 ഒമേഗ എന്ന് എഴുതി. 1 ഡിവൈഡഡ് ബൈ 2 ഒമേഗ. മനസ്സിലാവുന്നുണ്ട് എങ്ങനെ 1 വന്നത്? cos 0 1 ആണ്. സോ 1 ഡിവൈഡഡ് ബൈ 2 ഒമേഗ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാലോ? ടിയും ടിയും ക്യാൻസൽ ചെയ്യാം. 2 into 2 പൈ എന്ന് പറഞ്ഞാൽ 4 പൈ ആണ്. സോ ഈക്വൽ ടു v0 i0 ഡിവൈഡഡ് ബൈ 2t
ബ്രാക്കറ്റിനകത്ത് cos 4 pi ഡിവൈഡഡ് ബൈ 2 രണ്ടിലും 2 ഒമേഗ കോമൺ ആണ്, സോ അങ്ങനെ വെക്കാം. -1 ഡിവൈഡഡ് ബൈ 2 ഒമേഗ എന്ന് എഴുതാം. -1 ഡിവൈഡഡ് ബൈ 2 ഒമേഗ. ഇതാണ് ആവറേജ് പവർ, P ആവറേജ് മറക്കരുത് ഇടാൻ. ദെൻ cos 4 pi എത്രയാണ് അത് അറിയണം. cos 4 pi എന്ന് പറഞ്ഞാൽ 0 ആണ്. cos 4 pi എന്ന് പറഞ്ഞാൽ cos 4 pi എന്നാൽ 0 അല്ല 1 ആണ്, തെറ്റിപ്പോകരുത്. cos 4 pi എന്ന് പറഞ്ഞാൽ 1 ആണ്, sin 4 pi ആണ് 0. cos 4 pi എന്ന് പറഞ്ഞാൽ 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഈക്വൽ ടു v0 i0 ഡിവൈഡഡ് ബൈ 2t 1 minus 1 divided by 2 omega എന്ന് എഴുതാം. 1 minus 1 divided by 2 omega. 1 minus 1 എന്താണ്? 0 ആണ്. 0 into anything എന്താണ്? 0 ആണ്. സോ ഹോൾ ആൻസർ എന്തായി മാറും? 0. ക്ലിയർ ആവുന്നുണ്ടോ? സോ ആവറേജ് പവർ P ആവറേജ് ഈക്വൽ ടു 0. ആവറേജ് പവർ അഥവാ P ആവറേജ് ഈക്വൽ ടു 0 എന്ന് വരും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ ആവറേജ് പവർ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. കുറേ സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് കൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിക്കുന്നത്. വളരെ എളുപ്പമാണ്. ജസ്റ്റ് സിമ്പിൾ കൺസെപ്റ്റ് ആണ് ഇതിനകത്ത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് cos 4 pi equal to 1 ഇത് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടത്തുള്ളൂ. ഇവിടെ തെറ്റി വെച്ചാൽ മൊത്തം തെറ്റായി മാറും. സോ വൃത്തിയായിട്ട് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുക, മഗപ്പ് ചെയ്യരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാ വരുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുക. മഗപ്പ് ചെയ്താൽ നമുക്ക് ഒരു സ്റ്റെപ്പ് പോയാൽ കംപ്ലീറ്റ്ലി നമ്മുടെ ഇന്ന് പോകും. സോ വൃത്തിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഈ ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിലെ പവർ റിലേറ്റ് ചെയ്ത ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് പവർ ഇൻ എ പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്. ഒരു പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിലുള്ള പവർ എന്താണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോവാണ് കേട്ടോ. സോ അതേ മെത്തേഡാണ്, ഒരു വ്യത്യാസവും ഇല്ല. എല്ലാത്തിലും പറയുന്ന പോലെ ആവറേജ് പവർ P ആവറേജ് ഈക്വൽ ടു 1/t ഇന്റഗ്രൽ 0 to t vi dt. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മുൻപിലുള്ള രണ്ട് മെത്തേഡിലും ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ മാറ്റങ്ങളുണ്ട്. V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഈക്വൽ ടു v0 sin omega t. അതിലൊരു മാറ്റമില്ല. പക്ഷെ I0 sin omega t plus pi/2 ആണ് നമുക്ക് കിട്ടിയത്. അതായത് കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആംഗിൾ 90 ഡിഗ്രി. കറണ്ട് വോൾട്ടേജിന് മുകളിൽ അല്ലെങ്കിൽ കറണ്ട് വോൾട്ടേജിനെ 90 ഡിഗ്രിയിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ കണ്ടുപിടുത്തം, അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കണ്ടുപിടിച്ചത്. സോ ഇങ്ങനെ pi/2 ടേമിൽ എഴുതാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ നമ്മൾ എങ്ങനെ മാറ്റി എഴുതാം? I0 cos omega t എന്ന് എഴുതാം. I0 cos omega t sin omega t അല്ലെങ്കിൽ sin 90 plus theta നമുക്ക് എങ്ങനെ എഴുതാം? cos theta എന്ന് എഴുതാം. സോ I0 cos omega t എന്ന് എഴുതാം. ഈ രണ്ട് ടേമിനെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ? ചെയ്യാം. സോ P ആവറേജ് ഈക്വൽ ടു 1/t ഇന്റഗ്രൽ 0 to t. V ക്ക് പകരം v0 sin omega t എന്നും I ക്ക് പകരം I0 cos omega t എന്ന് എഴുതാം into dt എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇതിലെ കോൺസ്റ്റന്റ്സ് നമുക്ക് പുറത്തെടുക്കാം. v0 I0 divided by t integral 0 to t sin omega t into cos omega t dt എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഒന്നും ചെയ്തില്ല, ഇതിലെ കോൺസ്റ്റന്റ്സിനെല്ലാം എടുത്ത് പുറത്തിട്ടു. സോ v0 I0 divided by t എന്ന് വരും. ക്ലിയർ അല്ലേ? ദെൻ ഇനി നമ്മൾ നമ്മുടെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. മുൻപിൽ ചെയ്ത അതേ മെത്തേഡ്. അതായത് നമുക്കറിയാം 2 sin theta cos theta എന്ന് പറയുന്നത് sin 2 theta ക്ക് ഈക്വൽ ആണ്. 2 sin theta cos theta എന്ന് പറയുന്നത് sin 2 theta ക്ക് ഈക്വൽ ആണ്. നമുക്ക് അതുപോലെ മാറ്റി എഴുതാലോ? എഴുതാം. സോ P ആവറേജ് ഈക്വൽ ടു v0 I0 divided by 2t. 2 വെച്ച് നമ്മൾ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ആണ്. ഇന്റഗ്രൽ 0 to t ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ആണ്. 2 sin omega t cos omega t dt എന്ന രീതിയിൽ നമ്മൾ മാറ്റി എഴുതി. ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കി ചെയ്യാലോ? ബാക്കി ചെയ്യാം. 2 sin theta cos theta എന്ന് പറഞ്ഞാൽ sin 2 theta ക്ക് ഈക്വൽ ആണ്. സോ v0 I0 divided by 2t integral 0 to t sin 2 omega t dt. ക്ലിയർ അല്ലേ? ഇന്റഗ്രേഷൻ ചെയ്തിട്ടില്ല, ഇനിയാണ് ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. ജസ്റ്റ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. sin 2 omega t നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? v0 I0 divided by 2t. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇന്റഗ്രലിന്റെ ആ ഒരു സിമ്പിൾ ഇടണ്ട, സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. ഇന്റഗ്രൽ ഓഫ് sin 2 omega t എന്താണ്? മൈനസ് cos 2 omega t ഡിവൈഡഡ് ബൈ 2 omega ആണ്. മൈനസ് cos 2 omega t ഡിവൈഡഡ് ബൈ 2 omega. dt ഇടേണ്ട ആവശ്യമില്ല, ലിമിറ്റ് 0 to t ഇടണം. ക്ലിയർ അല്ലേ? മൈനസ് ഞാൻ ഫ്രണ്ടിലോട്ട് ഇടട്ടെ. മൈനസ് v0 I0 ഡിവൈഡഡ് ബൈ 2t. ബാക്കി എന്താ ഉള്ളത്? cos 2 omega t divided by 2 omega മാത്രമേ ഇതിനകത്തുള്ളൂ. ക്ലിയർ അല്ലേ? ദെൻ മുകളിലത്തെ ഇക്വേഷൻ വായിച്ചിട്ട് നമുക്ക് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ലിമിറ്റ് ഇടണം 0 to t. നെക്സ്റ്റ് നമുക്ക് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകട്ടെ നമ്മൾ. സോ ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ P ആവറേജ് ഈക്വൽ ടു മൈനസ് v0 I0 divided by 2t
അപ്പർ ലിമിറ്റ് എന്താണ്? ക്യാപിറ്റൽ ടി ആണ്. ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos 2 omega capital T divided by 2 omega minus 0 ആണ്. So cos 2 omega into 0 divided by 2 omega എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? മുൻപിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, ഇവിടെ ഒരു മാറ്റവും ഇല്ല. അതേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാം. അതായത് ഒമേഗയ്ക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2π/t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു മൈനസ് v0 i0 ഡിവൈഡഡ് ബൈ 2t. ഒമേഗയ്ക്ക് പകരം 2π/t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos 2 into 2π/t into t divided by 2 omega minus omega into 0 0. അപ്പോൾ എന്ത് വരും? cos 0 divided by 2 omega എന്ന് വരും. cos 0 divided by 2 omega എന്ന് വരും. ഈ ടീം ക്യാൻസൽ ചെയ്യാലോ? ചെയ്യാം. ഈക്വൽ ടു മൈനസ് v0 i0 ഡിവൈഡഡ് ബൈ 2t. ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? cos 4π എന്ന് വരും. cos 4π മൈനസ് cos 0 എത്രയാണ്? 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 omega എന്ന് എഴുതാം. കാരണം 2 omega രണ്ടിനും ഡിനോമിനേറ്റർ കോമൺ ആണ്. സോ ഒരു മാറ്റവും ഇല്ല. ദെൻ ബാക്കി ന്യൂമറേറ്ററിൽ ബാക്കി ഞാൻ എഴുതി തരാം. So P average equal to minus V0 I0 divided by 2t. Cos 4π എത്രയാണ്? 1 ആണ്. cos 4π 1 ആണ് നമുക്കറിയാം. So 1 minus 1 divided by 2 omega. 1 minus 1 divided by 2 omega. മുൻപിലത്തെ പോലെ തന്നെ വന്നില്ലേ? 1 minus 1 0 ആണ്. So whole term എന്തായി മാറും? 0 ആവും. So P average equal to 0 എന്ന് വരും. P average equal to 0. So നമുക്ക് എന്ത് മനസ്സിലായി? പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിന്റെയും ആവറേജ് പവർ എത്രയാണ്? 0 ആണ്. സോ പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെയും കപ്പാസിറ്റീവ് സർക്യൂട്ടിന്റെയും ആവറേജ് പവർ 0 ആണ്. പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ മാത്രമേ ഒരു ആവറേജ് പവറിന് ഒരു വാല്യൂ ഉള്ളൂ. അതായത് VRMS into IRMS എന്ന രീതിയിൽ വരും. ക്ലിയർ അല്ലേ? സോ ഈ 3 ഡെറിവേഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പവർ ബേസ് ചെയ്ത 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ AC അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ഏരിയ നമ്മൾ കവർ അപ്പ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും സംശയമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറും അതുപോലെ തന്നെ അതർവൈസ് നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ടും ചോദിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.